ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. മമ്മിയും പപ്പായും കൂടെ ഇന്ന് ചെങ്ങന്നൂർ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാനും പിള്ളേരും തന്നെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. തന്നെ വീട്ടിൽ ഇരുന്ന് എൻ്റെ കാര്യം കട്ടപ്പൊക്കെയാകും. ഈ രണ്ടെണ്ണം എന്നെ ശരിയാക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേനും അവരോട് വന്നാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ തന്നെ ജാനിയെ മാത്രം ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എഴുതിപ്പിച്ചതാണ് കേട്ടോ. അപ്പം നന്നാ ജുവാനയും കൂട്ടത്തിൽ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ തന്നെ മമ്മിയും പപ്പായും കൂടെ പള്ളിയിൽ പോയിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേനും ഞങ്ങൾ ഒരുങ്ങി നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താകും എന്തോ. പിന്നെ എൻ്റെ പാക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ച് എൻ്റെ രണ്ടെണ്ണത്തിനെ ഒരുക്കി അവിടെ ഇങ്ങനെ ഇരുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ജാനി മമ്മിയുടെ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞിക്കൊടയൊക്കെ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ജാനിക്ക് ചുമയും പനിയും ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ റാന്നിയിലോട്ട് വരുന്നത്. ജുവാനയാണെങ്കിൽ അമ്മച്ചിയോട് ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ജാനി എൻ്റെ കൂടെ ബാക്കിൽ വേണേ. ജുവാന പിന്നെ കാറിൽ കയറിയ ട്രിപ്പ് മോഡിലാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. ജാനിക്കും അങ്ങനെ തന്നെയൊക്കെയാണ്. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നേ. ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് മഴ വരും. ഇത് തന്നെ പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റാന്നി വരെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ പോയാൽ മതിയേ. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഒരാൾ ഞങ്ങളെങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടേ. പണ്ടാണെങ്കിൽ ഇതിലേക്ക് വഴിയെല്ലാം തേരാപ്പാര നടന്നിട്ടുള്ളതാണ് കേട്ടോ. റാന്നി സ്റ്റാൻഡിലും കടകളിലും അങ്ങനെ ഓരോരോ സാധനങ്ങൾ മേടിക്കാനായിട്ടൊക്കെ ഇതുവഴിയൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. പിന്നെ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം തന്നെ ഇപ്പം ഇങ്ങനെ വണ്ടിയിൽ പോവുക അല്ലാതെ റാന്നിയിലോട്ടും അങ്ങനെ ഒന്നും ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം റാന്നിയിൽ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം എന്ത് സാധനം ശരിയാക്കാനായിട്ട് പപ്പ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ഞങ്ങളെ മമ്മിയും പപ്പായും അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അവർ പോയി. അമ്മയാണെങ്കിൽ അടുക്കള ഭാഗത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് വന്നേ. കണ്ടപ്പോഴത്തേനും ജുവാനെ അമ്മ എടുത്തു. ജുവാനെ ഇങ്ങനെ അമ്മയെ കണ്ടതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ഇച്ചിരി നേരം എടുക്കും ഒന്ന് സെറ്റായി വരാനായിട്ടേ. അവളിങ്ങനെ പിണങ്ങി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു നോക്കി ഇങ്ങനെ അവളെ ഇതാക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൾ ഓക്കെ ആയി. ജാനിയാണെങ്കിൽ അമ്മയുടെ പുറകെ നടപ്പുണ്ട്. പിന്നെ കുറച്ച് അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലേ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്തോ പണിയുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതാണെങ്കിൽ എൻ്റെ ഒരു പഴയ ഡ്രസ്സിൻ്റെ ബാക്കി തുണിയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് അമ്മ 2 പേർക്കും കൂടെ ഓരോ ഡ്രസ്സും തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവളെ കാണിച്ചേ. അപ്പോൾ അവളിങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജുവാന ഭയങ്കര കരച്ചിലാണ് ഞാൻ എടുക്കാനായിട്ട്. അവൾക്ക് ചെറുതായിട്ട് ഉറക്കവും വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം അവൾക്ക് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പേരയ്ക്ക ഉണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ കൂടിനകത്ത് കെട്ടി വെച്ചേക്കും. ഉള്ള കിളികളെല്ലാം കൊത്തിക്കൊണ്ട് അത് പാതി കൊത്തിയിട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അമ്മ ഒരു കവറൊക്കെ ഇങ്ങനെ കെട്ടി ആക്കി വെച്ചിട്ടുണ്ട്. കുറേ പഴുത്തമുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പോകുമ്പം കുറേ പറിച്ചുകൊണ്ട് പോകണം. ജാനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. കയ്യോടെ തന്നെ അവൾക്കൊരു പേരയ്ക്ക പറിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കി പേരയ്ക്ക അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതാ ഇപ്പോൾ ഇവരുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഇതിൻ്റെ മണ്ടയിൽ കീറി ഉള്ള ചെറു സാധനങ്ങളെല്ലാം പറക്കി ഇടുക, എടുക്കുക, വായി വെക്കുക, ജുവാന വായി വെക്കുക. ഇതൊക്കെയാണ് അവിടെ പരിപാടിയെ. വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മണ്ടയിൽ കീറി ഞാൻ കട്ടിലിൽ കിടത്തിയപ്പോൾ തന്നെ. പേരയുടെ തൊട്ടിപ്പുറത്തൊരു ചാമ്പമരം കൂടെ. ചാമ്പയ്ക്ക വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പുറകെ നടക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ പറിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജുവാന ഉറങ്ങി. അമ്മയാണെങ്കിൽ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നേ. അപ്പം കപ്പയും ചിക്കൻ കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേനും ജുവാനി എഴുന്നേറ്റു കേട്ടോ. ജുവാനിയും ജാനിയും പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടിയാണ് കേട്ടോ. ജാനിയാണെങ്കിൽ അമ്മയുടെ തയ്യൽ മെഷീനൊക്കെ എന്തൊക്കെയോ പണിയുന്നുണ്ട്. ഇവിടെ എല്ലാം ഇപ്പം കാടൊക്കെ കയറി. ഇപ്പം നല്ല വെയിലായി. ഇത്രയും നേരം മഴ പെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പെട്ടെന്നാണ് വെയിലായത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ മഴ പിന്നെയും വരുമെന്ന് തോന്നുന്നു. വൈകുന്നേരത്തിന് വരുമെന്ന് പറഞ്ഞ മമ്മിയാണെങ്കിൽ ഉച്ചയായപ്പോൾ തന്നെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുവാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നാണെങ്കിൽ പെട്ടെന്ന് അമ്മയാണെങ്കിൽ പിള്ളേർക്ക് 2 പേർക്കും ചിക്കനും ചോറും കൂടെ കൊടുക്കാനിങ്ങനെ നോക്കുവാണേ. ജാനിക്കാണെങ്കിൽ ചിക്കൻ മാത്രം മതി എന്നാണ് പറഞ്ഞത്. ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജുവാനിക്ക് ആ കൂട്ടത്തിൽ ഇച്ചിരി എങ്ങാണ്ട് ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പേരയ്ക്കായും അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു.
അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.